ശ്രീരാമചന്ദ്രായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സീതാ അന്വേഷണവും സ്വയം പ്രഭാഗതിയും. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കഥയൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് വാനരന്മാരെ സീതാന്വേഷണത്തിന് അയക്കുന്ന കഥയാണ് പറയുന്നത്. ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവൻ വാനരന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു. നിങ്ങൾ പടനായകന്മാരോടുകൂടി 100,000 പേർ വീതം ഓരോ ദിക്കിലേക്കും സീതാന്വേഷണത്തിനായി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ദിക്കിലേക്കും 10 ലക്ഷം കപിവരന്മാരടങ്ങുന്ന പടയെ അയച്ചു. രാവണ രാജ്യമായ ലങ്ക ദക്ഷിണ സമുദ്ര മധ്യത്തിലാണ്. രാവണൻ സീതാദേവിയെയും കൊണ്ട് തെക്കോട്ടാണ് വിമാനത്തിൽ പറന്നത്. അതുകൊണ്ട് പ്രധാനികളായ ജാമ്പവാൻ, ഹനുമാൻ, വിവദൻ, നളൻ, നീലൻ തുടങ്ങിയവരെയാണ് ദക്ഷിണ ദിക്കിലേക്ക് അയച്ചത്. വാനരന്മാരോട് 10 ദിവസത്തിനകം മടങ്ങി വന്ന് വിവരമറിയിക്കണമെന്ന് പറഞ്ഞു. ദേവിയെ കാണാതെ 30 ദിവസം കഴിഞ്ഞ് വരുന്നവരെ നിഗ്രഹിക്കുന്നതാണെന്ന് സുഗ്രീവൻ പ്രഖ്യാപിച്ചു. സീത അന്വേഷണത്തിന് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ഹനുമാൻ ശ്രീരാമൻ്റെ അടുത്ത് വന്ന് തൊഴുതു നിന്നു. അപ്പോൾ ഭഗവാൻ അവനെ അരികിൽ വിളിച്ച് വിരലിൽ കിടന്ന മോതിരം ഊരിക്കൊടുത്തിട്ട് രാമൻ പറഞ്ഞു, ഹേ വായുപുത്ര, എൻ്റെ പേര് കുത്തിയിട്ടുള്ള ഈ മോതിരം സീതയ്ക്ക് വിശ്വാസം വരുന്നതിനായി അവളുടെ കയ്യിൽ കൊടുക്കണം. എൻ്റെ കാര്യം നിറവേറ്റാൻ നിന്നെ അല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞ് അടയാളവാക്കും പറഞ്ഞ് അയച്ചു. രാവണൻ്റെ വാസസ്ഥാനമായ ദക്ഷിണ ദിക്കിനെ ലക്ഷ്യമാക്കി ജാമ്പവാൻ ഹനുമാനുമായുള്ള സംഘം പുറപ്പെട്ടു. അവർ വിന്ധ്യാപർവ്വതത്തിലെ കൊടുങ്കാട്ടിലെത്തി. ഒരു രാക്ഷസനെ കണ്ടപ്പോൾ രാവണനാണെന്ന് തെറ്റിദ്ധരിച്ച് അവനെ വധിച്ചു. പിന്നെയും കുറേ നടന്നപ്പോൾ വാനരന്മാർ ദാഹിച്ച് വലഞ്ഞു വിഷമിച്ചു. നടക്കുമ്പോൾ ഒരു ഗുഹാമുഖം കണ്ടു. അതിനുള്ളിൽ വെള്ളമുണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് സംശയിച്ച് നിൽക്കുമ്പോൾ ക്രൗഞ്ചപ്പക്ഷികളും അരയന്യങ്ങളും അതിനുള്ളിൽ നിന്ന് പുറത്തു വന്നു. അതുകൊണ്ട് അവിടെ വെള്ളം ഉണ്ടായിരിക്കുമെന്ന് കരുതി ആദ്യം ഹനുമാൻ ആ ഗുഹയിലേക്ക് ഇറങ്ങി. പിന്നാലെ മറ്റുള്ളവരും ഇറങ്ങി. അല്പം പോലും വെളിച്ചമില്ലാത്ത ആ ഗുഹയ്ക്കകത്ത് അവർ തപ്പിത്തടഞ്ഞ് നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ സ്വർണ്ണമയമായ ഒരു ദിവ്യസ്ഥലം കാണപ്പെട്ടു. രത്നം പോലെ തിളങ്ങുന്ന വെള്ളമുള്ള കുളങ്ങളും പഴങ്ങളും പച്ചക്കായ്കളും തിങ്ങി നിൽക്കുന്ന മരങ്ങളും സ്വാദിഷ്ടമായ ആഹാരം ഒരുക്കി അലങ്കരിച്ച ഭവനങ്ങളും അവിടെ ധാരാളം ഉണ്ടായിരുന്നു. സ്വർഗതുല്യമായ ആ സ്ഥലത്ത് സ്വർണ്ണ സിംഹാസനത്തിൽ ഒരു തപസ്വിനി ഇരിക്കുന്നത് കണ്ടു. ജഡാവൽക്കലാദികൾ ധരിച്ച് ധ്യാനനിഷ്ഠയായിരിക്കുന്ന ആ ദേവിയെ കണ്ട് വാനരന്മാർ വണങ്ങി നിന്നു. ദേവി നിങ്ങൾ ആരാണെന്നും എന്തിനിവിടെ വന്നെന്നും ഒക്കെ ചോദിച്ചു. ഉടൻ ഹനുമാൻ വിനീതനായി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ദക്ഷിണ ദിക്കിലേക്ക് സീതയെ അന്വേഷിച്ച് വന്നവരാണ് ഞങ്ങൾ. ദാഹം സഹിക്കാതെ വെള്ളം അന്വേഷിച്ചാണ് ഇവിടെ വന്നത്. എന്നിട്ട് ഭവതി ആരാണെന്ന് പറയണമെന്ന് പറഞ്ഞു. അവർ ആദ്യം കായ്കനികളും മധുരപാനീയങ്ങളും കഴിച്ചു വരാൻ ദേവി പറഞ്ഞു. അങ്ങനെ അവർ ആഹാരമെല്ലാം കഴിച്ച് തൃപ്തരായി വന്നു. അപ്പോൾ ദേവി പറഞ്ഞു, വിശ്വകർമാവിൻ്റെ മകളായ ലോകസുന്ദരിയായ ഹേമ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ നൃത്തം ചെയ്ത് പരമശിവനെ സന്തോഷിപ്പിച്ചതുകൊണ്ട് ദിവ്യമായ ഈ സ്ഥലം അവൾക്ക് താമസിക്കാൻ കൊടുത്തു. 10 കോടി ദിവ്യ സംവത്സരക്കാലം അവൾ സുഖമായി ഇവിടെ താമസിച്ചിരുന്നു. ഞാൻ അവളുടെ തോഴിയാണ്. സ്വയംപ്രഭ എന്നാണ് എൻ്റെ പേര്. മോക്ഷം മാത്രം ആഗ്രഹിച്ച് വിഷ്ണു ധ്യാനത്തോടെ കഴിഞ്ഞ ഒരു ഗന്ധർവപുത്രിയാണ് ഞാൻ. ഹേമ ബ്രഹ്മപദം പ്രാപിക്കാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ ഇവിടെ താമസിക്കാൻ പറഞ്ഞു. ത്രേതായുഗത്തിൽ ശ്രീരാമൻ കാട്ടിൽ താമസിക്കുന്ന സമയത്ത് രാവണൻ സീതയെ അപഹരിക്കുമെന്നും ദേവിയെ അന്വേഷിച്ചു വരുന്ന വാനരന്മാർ ഇവിടെ എത്തുമെന്നും പറഞ്ഞു. അവരെ നീ സന്തോഷത്തോടെ സൽക്കരിച്ചതിന് ശേഷം രാമനെ കണ്ട് വന്ദിക്കാനും പറഞ്ഞു. അതനുസരിച്ച് എനിക്ക് ഇനി രാമനെ കാണണം. നിങ്ങൾക്ക് ഞാൻ നേർവഴി കാണിച്ചു തരാം. എല്ലാവരും കണ്ണടയ്ക്കാൻ പറഞ്ഞു. കണ്ണടച്ചപ്പോൾ അവർ പഴയ പോലെ അന്ധകാര വനത്തിൽ നിൽക്കുന്നതായി കാണപ്പെടുകയും ചെയ്തു. പിന്നെ അവർ യാത്ര തുടർന്നു. സ്വയംപ്രഭ ഗുഹാവാസം ഉപേക്ഷിച്ച് ശ്രീരാമദേവൻ്റെ സന്നിധിയിലെത്തി. ശ്രീരാമനെ കണ്ട് ഭക്തിയോടുകൂടി പ്രദക്ഷിണം വെച്ച് വണങ്ങി. എന്നിട്ട് സ്തുതിച്ചു. ശ്രീരാമൻ സ്വയംപ്രഭയുടെ സ്തുതി കേട്ടിട്ട് പറഞ്ഞു, നിന്റെ ഭക്തിയാൽ ഞാൻ വളരെ സന്തുഷ്ടനായി. നിനക്ക് എന്താഗ്രഹമുണ്ടോ അത് ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു. അങ്ങയെ ദർശിച്ചതോടെ എൻ്റെ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു കഴിഞ്ഞു. ഞാൻ എവിടെ താമസിച്ചാലും അങ്ങയോടുള്ള ഭക്തിക്ക് ഇളക്കമുണ്ടാകാതിരിക്കണം. സജ്ജന സമ്പർക്കത്തിന് ഇടയാക്കണം. രാമനാമം ജപിക്കുന്നതിന് രാമപാദങ്ങളെ നിരന്തരം ധ്യാനിക്കുന്നതിനും കഴിവുണ്ടാകണം.
എല്ലാം വിഷ്ണു ചിഹ്നങ്ങളോടുകൂടിയ ഭഗവത് സ്വരൂപം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കുന്നതിന് അനുഗ്രഹിക്കണം. വേറൊരു വരവും എനിക്ക് വേണ്ട എന്ന് സ്വയംപ്രഭ പറഞ്ഞു. ദേവി, നിന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവി ബദരിയാശ്രമത്തിൽ പോയി തപസ് ചെയ്ത് പരമാത്മാവായ എന്നോട് ചേരാൻ പറഞ്ഞു. അങ്ങനെ ദേവി ബദരിയാശ്രമത്തിലെത്തി തപസ് ചെയ്ത് നാരായണപദം പ്രാപിച്ചു. കുഞ്ഞുങ്ങളെ, സ്വയംപ്രഭയുടെ ഭക്തിയാൽ അവൾക്ക് മോക്ഷം ലഭിച്ചത് കണ്ടല്ലോ. അതുപോലെ നമ്മൾ സജ്ജനങ്ങളുമായിട്ട് കൂടുകയും ഭഗവാനെ സദാ മനസ്സിൽ ധ്യാനിച്ച് നല്ല കുട്ടികളായി ജീവിക്കുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് കഥ നിർത്തട്ടെ. ഹരി ഓം തത്സത്.